ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ട പൂർണ്ണ മനസ്സോടെ തള്ളാൻ കഴിയാത്ത അവസ്ഥയിൽ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം കടുത്ത ഹിന്ദുത്വ നിലപാടുള്ള സംഘപരിവാർ അനുകൂലികൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മതപരിവർത്തന പ്രശ്നം ഉന്നയിച്ച് ന്യായീകരിക്കുകയാണ്. എന്നാൽ ക്രൈസ്തവ വോട്ട് ആവശ്യമുള്ളതിനാൽ നേതൃത്വത്തിന് ഹിന്ദുത്വ നിലപാട് പറയാനാകുന്നുമില്ല. കേക്കും ആശംസാ കാർഡും നൽകി ക്രൈസ്തവ മനസ്സുകളിൽ കുടികയറാൻ ശ്രമിക്കുന്നതിനിടെ ഛത്തീസ്ഗഡിലുണ്ടായ ക്രൈസ്തവ വേട്ടയിലൂടെ കേരളത്തിലെ ബി.ജെ.പി. നേരിടുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരു വശത്ത് ആക്രമണം നടത്തിയ സംഘപരിവാറിനെയും കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത ബി.ജെ.പി. സർക്കാരിനെയും ന്യായീകരിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവർ, മറുവശത്ത് ക്രൈസ്തവ വേട്ടയിൽ അമർഷമുള്ള പാർട്ടിയോട് സഹകരിക്കുന്ന ക്രൈസ്തവർ. സത്യത്തിൽ ഇതിന് രണ്ടിനുമിടയിലാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. അതുകൊണ്ട് ക്രൈസ്തവർക്കൊപ്പമാണെന്ന് പറയുമ്പോഴും വാക്കുകളിൽ ജാഗ്രതയുണ്ട്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു വയ്ക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികളുടെ അമർഷം ഒഴിവാക്കാനാണ്. അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് ഇനിയും ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം ബി.ജെ.പി. സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ടെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിലുള്ള പ്രതികരണത്തിൽ നേതൃത്വത്തിന്മേലുള്ള സമ്മർദ്ദം വ്യക്തമാക്കുന്നു. ആക്രമണത്തെയും അറസ്റ്റിനെയും ന്യായീകരിക്കുന്ന കമന്റുകൾക്ക് ഒരു കുറവുമില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരായ ഹിന്ദു സംഘടനാ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മതപരിവർത്തനം നടത്താതെ ഇരുന്നാൽ ജയിലിൽ പോകേണ്ടി വരില്ലെന്ന്. തീവ്ര നിലപാടുള്ള സംഘപരിവാർ അനുകൂലികൾ എതിരായതിനാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുമ്പോഴും ജാഗ്രതയോടെയാണ് ക്രൈസ്തവർക്കൊപ്പമുണ്ടെന്ന് പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.